അലയാഴി തന്നിൽ ആഞ്ഞടിക്കുന്ന തിരമാലകൾ ശാന്തമാകും. അതിവേഗമെത്തുന്ന കൊടുങ്കാറ്റുപോലും അമർന്നു പോകുന്ന ശബ്ദം. ദുർഭാവിയായ മനുഷ്യനു വേണ്ടി പറുദീസ തുറന്നതാം ശബ്ദം. മൊഴികളായി സ്നേഹസ്വരൂപന്റെ ശബ്ദം. ദേശമെങ്ങും സ്നേഹവും ശാന്തിയും കേൾക്കുന്ന നാഥന്റെ നാദം. ലോകമെന്നും മാനവരക്ഷയ്ക്ക് മുഴങ്ങിയ കാൽവരിനാദം. കാൽവരിനാദം, കാൽവരിനാദം. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കാൽവരിനാഥ് മിനിസ്ട്രിയുടെ ഈ സൂം മീറ്റിംഗ് 2 ആഴ്ചയ്ക്ക് ശേഷം വീണ്ടും ഇന്ന് ഈ രാത്രിയിൽ അനുഗ്രഹമായിട്ട് സ്റ്റാർട്ട് ചെയ്യുവാൻ വലിയവനായി ദൈവം നൽകിയ ഈ നല്ല സന്ദർഭത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. സങ്കീർത്തനം പറയുന്നത് പോലെ, വരുവിൻ നാം വണങ്ങി നമസ്കരിക്കുക, നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തുക. ഏതു സമയത്തും കർത്താവിന്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്ന അതാണ്. നമ്മെ നിർമ്മിച്ച ദൈവത്തെ, എത്രമാത്രം ശ്രേഷ്ഠതയുള്ള നിർമ്മിതിയാണ് നാം ഓരോരുത്തരും ഒന്ന് മനസ്സിലാക്കി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇന്ന് രാത്രിയിലും കർത്താവിന്റെ ദാസന്മാർ നമ്മോടുകൂടെയുണ്ട്. വളരെ അനുഗ്രഹീതമായ അനുഭവങ്ങളും വചനവും ഗാനങ്ങളും കേട്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. പ്രാർത്ഥനയോടെ നമുക്ക് ആരംഭിക്കാം. കണ്ണുകൾ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നായ ദൈവമേ, സ്വർഗീയതല പിതാവേ, അനുഗ്രഹീതമായ ഈ രാത്രിക്കായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. നാഥ, ഒരിക്കൽ കൂടെ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഈ സൂം മീറ്റിംഗ് ആയി കൂടി വരുവാൻ, വിവിധ അനുഭവങ്ങളെ കേൾക്കുവാൻ, അവിടെ ഞങ്ങൾക്ക് തരുന്ന സന്ദേശം കേൾക്കുവാൻ, അതിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, അനുഗ്രഹീതമായ ഗാനങ്ങളെ കേൾക്കുവാൻ കർത്താവ് ഞങ്ങൾക്ക് തന്ന ഈ നല്ല സന്ദർഭത്തിനായിട്ട് സ്തോത്രം. കാലാവസ്ഥ പല സ്ഥലങ്ങളിലും പ്രതികൂലങ്ങളാണ്, ഇന്റർനെറ്റിന്റെ ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ ഞങ്ങളുടെ പ്രോഗ്രാം തീരുന്നത് വരെ യാതൊരു തടസ്സങ്ങളും കൂടാതെ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് സകലതും അനുകൂലമാക്കി നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുത്തെ വലിയ കൃപ ഞങ്ങൾക്ക് ആവശ്യമാണ്. സംസാരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ മേലും, ഗാനം ആലപിക്കുന്ന പ്രിയപ്പെട്ടവരുടെ മേലും, അത് കേൾക്കുന്ന ഓരോരുത്തരുടെ മേലും, ഇനി കേൾക്കാൻ പോകുന്നവരുടെ മേൽ ദൈവത്തിന്റെ വലിയ കൃപ, പരിശുദ്ധാത്മാവിന്റെ നിറവ് ഉണ്ടാകണം. പ്രാർത്ഥനയോടെ ആരംഭിക്കട്ടെ. യാതൊരു തടസ്സങ്ങളും കൂടാതെ കർത്താവ് സൂക്ഷിക്കണം. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കാൽവരിനാഥ് മിനിസ്ട്രിയുടെ സൂം മീറ്റിംഗിന്റെ 120ാമത്തെ എപ്പിസോഡാണ് ഈ രാത്രിയിൽ നമുക്ക് പങ്കെടുക്കാനായിട്ട് ഇടയായത്. കഴിഞ്ഞ ചില ദിവസം 1-2 ആഴ്ചകളിൽ ചില പ്രയാസങ്ങള്, പ്രതിസന്ധികളൊക്കെ, തടസ്സങ്ങൾ നേരിട്ടു. അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് പ്രോഗ്രാം നടത്താനായിട്ട് കഴിഞ്ഞില്ല. എന്നാൽ വീണ്ടും അത് മുടങ്ങിപ്പോകാതെ വീണ്ടും കർത്താവിന്റെ സന്നിധിയിലായിരിക്കാൻ ദൈവം കൃപ തന്നതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ ഇവാഞ്ചലിസ്റ്റ് ജോർജ് പീറ്റർ ചിറ്റൂർ അവറുകൾ നമ്മുടെ മധ്യത്തിലുണ്ട്. കർത്താവിന്റെ ദാസന്റെ ഗാനങ്ങളുമായിട്ട് മുമ്പ് ഒന്നിലധികം തവണ നാം കടന്നു വന്നിട്ടുണ്ട്. പുതിയ ഗാനങ്ങളെ അന്ന് കേൾക്കുവാനും പരിചയപ്പെടുവാനും ഇടയായിട്ടുണ്ട്. എന്നാൽ ഇന്ന് അദ്ദേഹത്തിന്റെ ഗാനങ്ങളുമായിട്ട് നാം കടന്നു വന്ന ഒരു പ്രോഗ്രാം അല്ലാതെ താമസിയാതെ അദ്ദേഹത്തിന്റെ പുതിയ ഗാനങ്ങളുമായിട്ട് നാം വീണ്ടും കണ്ടുമുട്ടും. അതിനുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇന്ന് അദ്ദേഹത്തിന്റെ ജീവിത അനുഭവങ്ങളിലേക്കും ഇന്ന് രാത്രി ദൈവം നമുക്ക് തരാൻ പോകുന്ന വചനത്തിലേക്കും നാം ശ്രദ്ധ വയ്ക്കാനായിട്ട് പോവുകയാണ്. കർത്താവിന്റെ ദാസനെ എല്ലാ ബഹുമാനത്തോടും സ്നേഹത്തോടും ആദരവോടും കൂടെ ഈ പ്രോഗ്രാമിലേക്ക് ആർദ്രവുമായി സ്വാഗതം ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. അതുപോലെ ഇന്ന് ഗാനങ്ങൾ ആലപിക്കുന്നത് പ്രിയമകൻ ജുവാൻ ജെയിംസ് ദുബായ് അവറുകളാണ്. പ്രിയമകനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന കഴിഞ്ഞ പല മീറ്റിങ്ങുകളിൽ പ്രിയമകൻ നമ്മോടൊപ്പം കടന്നു വന്ന് വളരെ അനുഗ്രഹീതമായ ചില ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ ദാസൻ ജോർജ് പീറ്റർ അച്ഛൻ എഴുതിയ 2 ഗാനങ്ങളാണ് പ്രിയമകൻ ആലപിക്കുന്നത്. പ്രിയ ജുവാൻ ജെയിംസിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയമകനെയും ഈ ശുശ്രൂഷയിലേക്ക് പ്രാർത്ഥനയോടെ ആദരവുമായി സ്വാഗതം ചെയ്യുന്നു. 2 ഗാനങ്ങൾ നാം കേൾക്കാനായിട്ട് പോവുകയാണ്. അതുകൂടാതെ ലോകത്തിന്റെ നാനാ സ്ഥലങ്ങളിൽ നിന്ന്, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, അനേകർ ഈ പ്രോഗ്രാമിൽ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. ദൈവം നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. നിങ്ങൾ എല്ലാവരെയും ഈ ശുശ്രൂഷയിലേക്ക് പ്രാർത്ഥനയോടെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ആദ്യോടന്തം പ്രാർത്ഥനയോടെ നിങ്ങൾ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുക. മാത്രവുമല്ല, ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി, ഇന്നത്തെ അനുഗ്രഹത്തിന് വേണ്ടി നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ദേവാദി ദൈവസുത, വളരെ അനുഗ്രഹീതമായ സുപ്രചിതമായ ഒരു ഗാനം, കർത്താവിന്റെ ദാസൻ രചിച്ച ആ ഗാനം പ്രിയമകനിലൂടെ നമുക്ക് കേൾക്കാം. ആലപിക്കുന്നതിനായിട്ട് പ്രിയമകൻ ജുവാൻ ജെയിംസിനെ പ്രാർത്ഥനയോടെ ക്ഷണിക്കുന്നു.
ദേവസുതൻ ദയയും കൃപയും നിറഞ്ഞവൻ. ദേവാദി ദേവസുതൻ ദയയും കൃപയും നിറഞ്ഞവൻ. പാരിലിതുപോൽ വേറാരുമില്ല, കരുതുവാനായി കൈവിടാതെന്നും. പാരിലിതുപോൽ വേറാരുമില്ല, കരുതുവാനായി കൈവിടാതെന്നും. ദേവാദി ദേവസുതൻ ദയയും കൃപയും നിറഞ്ഞവൻ. പറവകൾക്കാഹാരം നൽകുവാനാം മറന്നിടാതെന്നെയും പോറ്റിടുമേ. പറവകൾക്കാഹാരം നൽകുവാനാം മറന്നിടാതെന്നെയും പോറ്റിടുമേ. പാരിലിതുപോൽ വേറാരുമില്ല, കരുതുവാനായി കൈവിടാതെന്നും. പാരിലിതുപോൽ വേറാരുമില്ല, കരുതുവാനായി കൈവിടാതെന്നും. ദേവാദി ദേവസുതൻ ദയയും കൃപയും നിറഞ്ഞവൻ. പുകയുന്ന തിരികളെ കെടുത്താത്തവൻ തകർന്ന എൻ ഹൃദയത്തെ ബലമാക്കുമേ. പുകയുന്ന തിരികളെ കെടുത്താത്തവൻ തകർന്ന എൻ ഹൃദയത്തെ ബലമാക്കുമേ. പാരിലിതുപോൽ വേറാരുമില്ല, കരുതുവാനായി കൈവിടാതെന്നും. പാരിലിതുപോൽ വേറാരുമില്ല, കരുതുവാനായി കൈവിടാതെന്നും. ദേവാദി ദേവസുതൻ ദയയും കൃപയും നിറഞ്ഞവൻ. കുരുടരിൻ കണ്ണുകളെ തുറന്നവനാം, മുടന്തരെ നടത്തിയ വല്ലഭനാം. കുരുടരിൻ കണ്ണുകളെ തുറന്നവനാം, മുടന്തരെ നടത്തിയ വല്ലഭനാം. പാരിലിതുപോൽ വേറാരുമില്ല, കരുതുവാനായി കൈവിടാതെന്നും. പാരിലിതുപോൽ വേറാരുമില്ല, കരുതുവാനായി കൈവിടാതെന്നും. ദേവാദി ദേവസുതൻ ദയയും കൃപയും നിറഞ്ഞവൻ. വരുമാവൻ പ്രതിഫലം തന്നിടുവാൻ, ദുരിതങ്ങൾ തീർത്തെന്നെ ചേർത്തിടുവാൻ. വരുമാവൻ പ്രതിഫലം തന്നിടുവാൻ, ദുരിതങ്ങൾ തീർത്തെന്നെ ചേർത്തിടുവാൻ. പാരിലിതുപോൽ വേറാരുമില്ല, കരുതുവാനായി കൈവിടാതെന്നും. പാരിലിതുപോൽ വേറാരുമില്ല, കരുതുവാനായി കൈവിടാതെന്നും. ദേവാദി ദേവസുതൻ ദയയും കൃപയും നിറഞ്ഞവൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വളരെ അനുഗ്രഹീതമായ കർത്താവിന്റെ ക്രൂശുമരണത്തിൽ
കർത്താവ് നമുക്ക് നൽകി തന്ന സ്നേഹം, ആ വലിയ കരുതൽ, അതൊക്കെ അനുഭവിക്കുവാൻ, അല്ലെങ്കിൽ എനിക്ക് വേണ്ടിയാണ് ക്രൂശിൽ മരിച്ചത്, എനിക്ക് വേണ്ടിയാണ് ആ ത്യാഗം അനുഭവിച്ചത്, എന്നെ വീണ്ടെടുക്കാനാണെന്ന് പറയുന്ന ആ ഭാഗ്യം അതെത്ര ശ്രേഷ്ഠമാണ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയ മകനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം ഏറ്റവും അനുഗ്രഹിക്കട്ടെ. അനവധിയായ കർത്താവിന് വേണ്ടി പാടുവാൻ ദൈവം മേൽക്കുമേൽ ബലം നൽകി സഹായിക്കട്ടെ. ഇന്ന് രാത്രി ഞങ്ങളോടൊപ്പം കടന്നു വന്ന് അനുഗ്രഹീതമായ 2 ഗാനങ്ങൾ പാടുവാൻ പ്രിയമകന് ദൈവം കൃപ കൊടുത്തതോർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയ മകനോട് നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. അനേക ഗാനങ്ങൾ, അനേക ആശ്വാസ ഗാനങ്ങൾ, പ്രത്യാശാനിർഭരമായ ഗാനങ്ങൾ, അതുപോലെ തന്നെ നല്ല ക്ലാസിക്കൽ ഗാനങ്ങളൊക്കെ ക്രൈസ്തവ കൈരളിക്ക് രചിച്ച് നൽകിയ കർത്താവിന്റെ ശ്രേഷ്ഠദാസനാണ് ജോർജ് പീറ്റർ അവറുകൾ. ഇന്നും ആ തൂലിക ചലിച്ചുകൊണ്ടേയിരിക്കും. ഈ ദിവസങ്ങളിലൊക്കെ അനേക ശുശ്രൂഷകളുമായിട്ട് അദ്ദേഹം എൻഗേജ് ആയിരുന്നു. വയനാട്ടില് അപകടം പറ്റിയ സ്ഥലത്ത് ചില പ്രോഗ്രാമുകളുമായിട്ടൊക്കെ കടന്നു പോയിരിക്കുകയായിരുന്നു. കർത്താവിന്റെ വേലയിലും സുവിശേഷ പ്രവർത്തനത്തിലും അതുപോലെ വചനം പഠിപ്പിക്കുന്നതിലും പ്രസംഗിക്കുന്നതിലും ആളാം പ്രതിയുള്ള സുവിശേഷ വേലയിലും അതുപോലെ തന്നെ രചനയിലുമൊക്കെ വളരെ വ്യാപൃതനായിരിക്കുന്ന കർത്താവിന്റെ ശ്രേഷ്ഠദാസന് കഴിഞ്ഞ നാളുകളിൽ അദ്ദേഹത്തിന്റെ ഗാനങ്ങളുമായിട്ട് കടന്നു വരുവാൻ ദൈവം നമുക്ക് കൃപ ചെയ്തു. എന്നാൽ ഇന്ന് അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് നമുക്ക് പറയാൻ കഴിയുന്ന, ജീവിതത്തിലൂടെ നമ്മളോട് പറയാൻ കഴിയുന്ന അനുഭവങ്ങൾ, നമ്മെ ധൈര്യപ്പെടുത്താൻ കഴിയുന്ന ജീവിത സാഹചര്യങ്ങൾ, അതുപോലെ തന്നെ കർത്താവിന്റെ ശ്രേഷ്ഠമായ മാധുര്യമായ ആ വചനം ഇന്ന് രാത്രി അത് കേൾക്കാനുള്ള അവസരം കർത്താവ് നമുക്ക് നൽകി തന്നിരിക്കുകയാണ്. കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ നമ്മോടുകൂടെ ഉണ്ട്. എല്ലാ ബഹുമാനത്തോടും സ്നേഹത്തോടും പ്രാർത്ഥനയോടും കൂടെ കർത്താവിന്റെ ദാസനെ ഇനിയുള്ള സമയം തന്റെ സാക്ഷ്യവും മെസ്സേജിനുമായിട്ട് ക്ഷണിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കാൽവറി നാദം എന്ന പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. അനേക നാളുകളായി ഈ പ്രസ്ഥാനം ലോകത്തിന്റെ നാനാഭാഗത്ത് കർത്താവിന്റെ ശ്രേഷ്ഠമായിരിക്കുന്ന നാമത്തെ ഉയർത്തിക്കൊണ്ട് നടത്തുന്ന എല്ലാ സൂം മീറ്റിങ്ങുകളെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ഇതിന്റെ അവസരം എനിക്ക് നൽകിയത് ഓർത്തുകൊണ്ടും നന്ദിയോടെ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഈ പ്രിയപ്പെട്ടവരോടും എന്റെ നന്ദി അറിയിക്കുകയാണ്. ചരിത്രം ആണല്ലോ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ജനനം P.A. പീറ്റർ, ഏലിയമ്മ പീറ്റർ ദമ്പതികളുടെ മകനായി 1941 ജൂലൈ മാസം 23-ാം തീയതിയാണ് ജനിച്ചത്. പാമ്പാക്കുട അല്ലെങ്കിൽ മൂവാറ്റുപുഴയ്ക്ക് അടുത്തുള്ള പ്രത്യേക സ്ഥലമാണ് പാമ്പാക്കുട. ആ പാമ്പാക്കുടയിലാണ് സ്വദേശം. എന്നാൽ പല കാരണങ്ങളാൽ അവിടുന്ന് പോരേണ്ടതായിട്ട് വന്നു. എന്റെ പിതാവ് ആ കാലത്ത് ഞങ്ങൾക്ക് 18 കൈത്തറികൾ ഉണ്ടായിരുന്നു. അതുപോലെ പാമ്പാക്കുട ടൗണിൽ ഒരു ക്ലോത്ത് മാർട്ട് ഉണ്ടായിരുന്നു. എന്നാൽ അന്ന് എന്റെ പിതാവ് യാക്കോബ സഭയിലെ സുവിശേഷകനായി പ്രവർത്തിക്കുന്ന കാലഘട്ടം. ആ സമയത്താണ് ബൈബിൾ വായിക്കുന്നതിനും പ്രസംഗിക്കുവാനുണ്ടായിരിക്കുന്ന ധ്യാന ചിന്തകൾ ഉളവാകുന്നതിന് വേണ്ടി ബൈബിൾ വായിച്ചുകൊണ്ടിരുന്നപ്പോഴ് വീണ്ടും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ കഴിയുകയില്ല എന്നുള്ള കർത്താവിന്റെ വിലയേറിയ വാക്കുകൾ വായിച്ച് ആ സമയത്ത് ഹൃദയത്തിലൊരു ചിന്തയുണ്ടായി, എങ്ങനെയാണ് വീണ്ടും ജനിക്കുന്നത്. വീണ്ടും ജനനത്തെ കുറിച്ച് മനസ്സിലാക്കുവാൻ വേണ്ടി മറ്റു ഭാഗങ്ങളെല്ലാം വായിച്ചു. പലരോടും ചോദിക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 12-13 വാക്യങ്ങൾ വായിച്ചപ്പോഴാണ് വ്യക്തമായ കാര്യങ്ങൾ മനസ്സിലായത്. യേശുവിനെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവത്തിന്റെ മക്കളായി തീരുവാൻ ദൈവം അധികാരം കൊടുത്തു.
അവർ രക്തത്തിൽ നിന്നല്ല, ജഡപ്രകാരമല്ല, പുരുഷ ഇച്ഛയാലല്ല, ദൈവത്തിൽ നിന്നത്ര ജനിച്ചത് എന്നുള്ള ആ പ്രത്യേക വാക്ക് തന്റെ ഹൃദയത്തിൽ ആഴമായി പതിയുകയും താൻ യേശുവിനെ കർത്താവായി ഹൃദയത്തിൽ സ്വീകരിക്കുകയും ചെയ്തു. തുടർന്ന് ബൈബിൾ വായിച്ചുകൊണ്ടിരുന്നു. കാൺമീൻ നാം ദൈവമക്കൾ വിളിക്കപ്പെടുവാൻ പിതാവായ ദൈവം എത്ര വലിയ സ്നേഹം നൽകി എന്നുള്ള വാക്ക് തന്റെ ജീവിതത്തെ വലിയ നല്ല നിലയിൽ ഉണർത്തുവാൻ, അതുപോലെ ഉറപ്പിക്കുവാൻ അത് സാധിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സ്നാനത്തെ കുറിച്ചുള്ളായിരിക്കുന്ന ചിലരുടെ ചിന്തകളും വചനപ്രകാരം ഉണ്ടായിരിക്കുന്ന ആ വാക്യങ്ങളൊക്കെ വായിച്ചപ്പോഴേ സ്നാനപ്പെടണം. ഒരിക്കൽ മാമോദിസ ഏറ്റതാണ്. ഈ വീണ്ടും സ്നാനപ്പെടണം എന്നതായിരിക്കുന്ന ആ വാക്ക് കണ്ടപ്പോഴേ സ്നാനപ്പെടുന്നതിന് വേണ്ടി അവിടെ അടുത്തുള്ള പോത്താനിക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് നമുക്കറിയപ്പെടുന്ന കർത്താവിന് സന്നിധായിരിക്കുന്ന പ്രൊഫസർ പി സിറയുടെ പിതാവും എന്റെ പിതാവും ഒരുമിച്ചാണ് അവിടെ സ്നാനക്കടവിലേക്ക് ചെന്നത്. എന്നാൽ ഈ വിവരം അറിഞ്ഞ് യാക്കോബയിലുണ്ടായ അനേകം ആളുകൾ അവിടെ വന്നുകൂടുകയും ഇവരെ കൊന്നുകളയണം എന്നുള്ള ചിന്ത അവരുടെ ഹൃദയത്തിൽ ഉണ്ടാകുകയും ചെയ്തു. പക്ഷേ കൃപയാൽ ഇവർ സ്നാനപ്പെട്ട് മുന്നോട്ട് വന്നു. എന്നാൽ എന്റെ പിതാവിന് അതിശക്തമായിരിക്കുന്ന മർദ്ദനം ഏൽക്കേണ്ടതായിട്ട് വന്നു. അതിന്റെ നിമിത്തം ഒരു ഓപ്പറേഷന് വിധേയപ്പെടേണ്ടതായിട്ട് വന്നു. ഞങ്ങൾക്ക് പാമ്പാക്കട ഉള്ള ഏതാണ്ട് 2000-ഓളം കുടുംബങ്ങൾ ബന്ധുമിത്രാദികളായിട്ടുണ്ട ഒരു പ്രദേശമാണ്. വിലക്ക് അവിടെ ഏർപ്പെടുത്തി. ആ നിലയിൽ അവിടുന്ന് കിട്ടിയ വിലക്ക് 18 തറകൾ ഉൾപ്പെട്ട സ്ഥലവും വീടും സ്ഥലവും അതുപോലെ ജൗളിക്കടയും എല്ലാം വിട്ട് അവിടുന്ന് പുതുപ്പാടിയിലേക്ക്, അവിടുന്ന് കുന്നുംകുളത്തേക്ക് താമസം മാറ്റേണ്ടതായിട്ട് വന്നു. അന്ന് എനിക്ക് 5 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. കുന്നുംകുളത്താണ് ഞാൻ 3-ാം ക്ലാസ് വരെ പഠിച്ചത്. അവിടെ നിന്ന് 2 വർഷം കഴിഞ്ഞപ്പോഴ് കോഴിക്കോടിനടുത്തുള്ള പുതുപ്പാടിയിലേക്ക് താമസം മാറ്റി. അവിടെയും അപ്പച്ചൻ സുവിശേഷ പ്രവർത്തനമാണ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ 2 വർഷം കഴിഞ്ഞപ്പോൾ സുൽത്താൻ ബത്തേരിയിലേക്ക് മാറേണ്ടതായിട്ട് വന്നു. അവിടെ ഒരു വാടക വീട്ടിൽ താമസിച്ച് 1 വർഷം ആണ് അവിടെ താമസിച്ചത്. അവിടെ നിന്ന് ഗൂഡല്ലൂരിലേക്ക് പോകുന്നതിനും തമിഴ്നാട്ടിൽ അവിടെ ചെന്ന് പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് ഒരു സഭാ കുടിയൊരു ആരംഭിക്കുവാൻ കർത്താവ് ഇടയാക്കി. അവിടെ വെച്ചാണ് ഞാൻ രക്ഷിക്കപ്പെടുന്നതും ഞാൻ സ്നാനപ്പെടുന്നതും. സ്നാനപ്പെട്ടു. അതുപോലെ തയ്യൽ എന്നുള്ള ജോലി പഠിച്ചു. അത് അല്പമായി ചെയ്തുകൊണ്ടിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ സുൽത്താൻ ബത്തേരിയിലേക്ക് വീണ്ടും പോരുകയാണ്. കർത്താവിന് വീരദാസൻ A.T. മാത്യു ഗൂഡല്ലൂർ വന്ന് പ്രവർത്തിക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോഴേ ഞങ്ങൾ വീണ്ടും സുൽത്താൻ ബത്തേരിയിലേക്ക് താമസം മാറ്റി. സുൽത്താൻ ബത്തേരിയില് 1958 ആണ് വീണ്ടും വന്നത്. 59 സുൽത്താൻ ബത്തേരിയിലും ഒരു സഭാ കുടിയൊരുവ് ആരംഭിക്കുവാൻ കർത്താവ് സഹായിച്ചു. അവിടെ എനിക്കൊരു പ്രസ്ഥാനം ഉണ്ടായിരുന്നു. എല്ലാവരും ആ വയനാട്ടിൽ അറിയപ്പെടുന്ന പ്രസ്ഥാനം തന്നെയായിരുന്നു. 3-4 തയ്യൽ മെഷീനും അതുപോലെ തന്നെ ജോലിക്കാരും എല്ലാം ഒരു അവസരമായിരുന്നു. എന്നാൽ ഞാൻ YMF ക്യാമ്പിന്, കണ്ണൂർ എന്ന YMF ക്യാമ്പിൽ പോയപ്പോഴും അവിടെ KV ശാമുവേൽ സാറ് ഈറോഡ് ദൈവം കർത്താവിനടുക്കെ ചേർക്കപ്പെട്ടിരിക്കുകയാണല്ലോ. അദ്ദേഹം ആര് എനിക്ക് വേണ്ടി പോകും, ഞാൻ ആരെ അയക്കേണ്ടു, ആര് എനിക്ക് വേണ്ടി പോകും എന്നുള്ള ചോദ്യം എന്റെ ഹൃദയത്തോടായിരുന്നു. ഞാൻ വല്ലാതെ വിഷമിച്ചു. ഇനി ഈ തൊഴിൽ വിട്ട് പോയാൽ എങ്ങനെ ജീവിക്കും എന്നുള്ള ആ ചിന്താഭാരം ഭരിച്ചു. ഈ കാര്യം എന്റെ പിതാവ് സുവിശേഷനാണ്, പക്ഷെ താൻ ആർട്ടിസ്റ്റും കൂടെയാണ്.
അദ്ദേഹത്തോട് പറഞ്ഞപ്പോഴ് പിതാവ് പറഞ്ഞത്, ആരും ഒരു 10 പൈസ നിനക്ക് തരികയില്ല, നീ എങ്ങനെ ജീവിക്കും എന്ന് പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തുവാൻ ഇടയായി തീർന്നു. മാത്രമല്ല നാട്ടുകാരും എനിക്ക് എതിരായി തീർന്നു. എൻ്റെ അമ്മ മാത്രമാണ് എനിക്ക് അന്ന് സഹായമായി ഉണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ അന്ന് വേർതിരിഞ്ഞില്ല, തിരിയുന്നതിന് വേണ്ടിയുള്ള ചിന്ത ഓർപ്പിച്ചതാണ്. എന്നാൽ അതുപോലെ തന്നെ മാനന്തവാടിയിൽ YSK സാർ വന്ന് ഒരു പ്രസംഗം ചെയ്തു. അതും ആരെ അയക്കേണ്ടു ആർ എനിക്ക് വേണ്ടി പോകും. അത് വീണ്ടും എന്റെ ഹൃദയത്തെ സാരമായി ബാധിച്ചു. ഞാൻ പ്രാർത്ഥനാ നിരതനായി തീർന്നു. എന്ത് ചെയ്യണം? ദൈവത്തിന്റെ ആത്മാവ് എന്റെ ഹൃദയത്തോട് ശക്തിയായി സംസാരിക്കുന്നുണ്ട്. ഞാൻ എങ്ങനെ ജീവിക്കും? ഈ ചിന്താഭാരവും ഉണ്ട്. എന്നാൽ ഒരു രാത്രിയില് കർത്താവേ, അങ്ങയുടെ വിളി കേട്ട് ഞാൻ പുറപ്പെടുകയാണ്, എന്നെ അവിടുത്തെ കരങ്ങളിൽ പരമേൽപ്പിക്കുന്നു പറഞ്ഞ് ഒരു രാത്രിയില് ഞാൻ പ്രാർത്ഥിച്ചു. അന്ന് എനിക്കുണ്ടായ സന്തോഷം ചെറുതല്ല. മറ്റൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, എങ്ങനെ ജീവിക്കും എന്നുള്ള കാര്യത്തെ കുറിച്ച് ഒരു കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ അന്നൊരു സമർപ്പണം ചെയ്തു. കർത്താവ് എന്നെ വിളിച്ചു, ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വേദരിക്കുന്നു. ഇത് ദേശം മുഴുവനും ആ പ്രദേശമൊക്കെ പരിക്കുവാൻ ഇടയായി തീർന്നു. ചിലരൊക്കെ പറഞ്ഞു ഏതാണ്ട് തലയ്ക്ക് സുബോധമില്ലാതെ വന്നിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ചു. ഒരുപാട് ആൾക്കാർ പരിഹസിച്ചു. പക്ഷേ ഞാനതിൽ ഉറച്ചു നിന്നു. ഞാൻ മുഖാന്തരം അക്കാലത്ത് രക്ഷിക്കപ്പെട്ട് മുന്നോട്ട് വന്ന ഒരു സഹോദരനാണ് TK പീറ്റർ. അദ്ദേഹം കർത്താവിന്റെ ഇടയ്ക്ക് ചേർക്കപ്പെട്ടിരിക്കുകയാണ്. ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് വയനാടൻ മലമടക്കുകൾ കയറിയും ഇറങ്ങിയും ഒരുപാട് 2 വർഷം തുടർച്ചയായി പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. ആ സമയത്താണ് ഈ പുൽപ്പള്ളിയില് അവിടെ ഉള്ള ഒരു സംഭവം ഉണ്ടായത്. പേരങ്ങ് വിട്ടുപോയെങ്കിലും അജിത എന്ന് പറഞ്ഞ ഒരു സ്ത്രീയെ ഒരു പോലീസുകാരനെ കൊന്ന് അതിന് കയ്യിൽ രക്തം മുക്കി ആ പോലീസ് സ്റ്റേഷൻ ഭിത്തിയിൽ അടിച്ചതടിക്കുന്ന സംഭവം. ഞങ്ങളിതൊന്നും കാര്യമാക്കാതെ അവിടെ ചെന്ന് പരിശോധന പ്രസംഗം ആരംഭിച്ചപ്പോഴ് അവിടെ പോലീസുകാർ ഞങ്ങൾക്ക് ചുറ്റും വളഞ്ഞു. അനേകർ വന്നുകൂടി. പക്ഷെ സുവിശേഷ പ്രസംഗമാണെന്ന് അവർക്ക് മനസ്സിലായപ്പോഴേ പോലീസുകാരൊക്കെ അവിടെ നിന്ന് പോയി. ഒരുപാട് പേര് വചനം കേൾക്കുവാൻ ഇടയായി തീർന്നു. അതൊരു പ്രത്യേക സംഭവമായിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ 2 വർഷം പ്രവർത്തനത്തിന് ശേഷം ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രേരണയാൽ ഞാൻ നമ്മുടെ ബൈബിൾ സ്കൂളിൽ പഠിച്ചതാണ്. അതിനുശേഷം മധുര ബൈബിൾ സ്കൂളിൽ പോയി പഠിക്കുന്നതിനും ഇടയായി തീർന്നു. പൂർണ്ണസമയം വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചു. അവിടെ പോയി 6 മാസം അവിടെ പഠിച്ചു. അതിനുശേഷം ഞാൻ പാലക്കാട് ജില്ലയിൽ കൊല്ലങ്കോട് എന്ന സ്ഥലത്ത് വന്ന് 1967 പ്രവർത്തനം ആരംഭിച്ചു. അവിടെ വരുമ്പോൾ അവിടെ ആരുമില്ല, ക്രൈസ്തവരായിട്ട് ആരുമില്ല. അവിടെ ഹൈന്ദവർ മാത്രം തങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ്. സഹായിപ്പാൻ ആരുമില്ല. ദാവീദ് ഗോലിയാത്തിനടുക്കൽ പോയതുപോലെ ഒരു ചിന്തയാണ് എനിക്കുണ്ടായത്. എങ്ങനെ നടത്തും? ആർക്കും ഒന്നും അറിഞ്ഞുകൂടാ. എന്നാൽ ദൈവത്തിന്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. അവിടെ ഞാൻ താമസിച്ച ഒരു മുസ്ലിമിന്റെ വീടാണ്. ആരെങ്കിലും പുറത്തുനിന്ന് അവിടെ വന്നാൽ അവരായിരിക്കും അറിയാതെ ഭക്ഷണമൊക്കെ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത്. അതുപോലെ അടുത്തുള്ള ടീ ഷോപ്പുണ്ട്. എല്ലാവരും സഹകരിക്കുവാനിടയെ തീർന്നു. മാത്രമല്ല ഹൈന്ദവരും അതുപോലെ തന്നെ കത്തോലിക്ക ജോലിക്ക് വന്ന ചിലരൊക്കെയും ധനപരമായി സഹായിക്കുവാൻ അത് വേണ്ട എന്ന് പറഞ്ഞ് സമ്മതിക്കുകയില്ല. ആ നിലയിൽ ആണ് ആദ്യകാലത്ത് കൊല്ലങ്കോട് താമസിച്ചത്. മറ്റൊന്ന് ഓർപ്പിക്കാനുള്ളത്, അവിടെ നിന്ന് 1971 ചിറ്റൂരിലേക്ക് താമസം മാറ്റി. ചിറ്റൂരിൽ താമസിച്ചുകൊണ്ടിരിക്കുമ്പോഴ്
അട്ടപ്പാടി മുതൽ അവിടുത്തെ അത് പാലക്കാട് ജില്ല ഏറ്റവും വലിയ ജില്ലയാണ് കേരളത്തിലെ. അട്ടപ്പാടി മുതൽ നെല്ലിയാമ്പതി വരെയുള്ള സ്ഥലങ്ങളിൽ സുവിശേഷ ക്യാമ്പുകൾ നടത്തി പ്രവർത്തിപ്പാൻ കർത്താവ് കൃപ ചെയ്തു. ഇന്ന് കർത്തസനിയിലായിരിക്കുന്ന P.I. പെരിന്തൽമണ്ണ, ജോയ് പമ്പാടി, അതുപോലെ R. കൃഷ്ണൻകുട്ടി, പള്ളം വർഗീസ് എന്നീ പ്രിയപ്പെട്ടവര് ആ ക്യാമ്പുകളിൽ സ്ഥിരമായി സംബന്ധിക്കുകയും അങ്ങനെ അട്ടപ്പാടി മുതൽ നെല്ലിയാമ്പതി വരെ ക്യാമ്പുകൾ നടത്തി പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ട് ആ പ്രവർത്തിച്ച പല സ്ഥലങ്ങളിലും ഇന്ന് സഭാകുടീർ ആരംഭിച്ചിരിക്കുന്നു. അത് ഞാൻ മുഖാന്തരമല്ല, അനേക ദൈവദാസന്മാർ വന്ന് പ്രവർത്തിച്ചു, അവിടെ സഭാകുടീർ ആരംഭിച്ചു. അത് ഞങ്ങൾ വളരെ സന്തോഷിക്കുന്നു. അവിടെ എല്ലാം ക്യാമ്പ് നടത്തി പ്രവർത്തിച്ച സ്ഥലങ്ങളായിരുന്നു. അങ്ങനെയാണ് ചിറ്റൂരിൽ വന്ന് അവിടെ താമസിച്ചു. 1972 എനിക്കൊരു സൈക്കിൾ ഒരു സഹോദരൻ അയച്ചു തന്നിരുന്നു. ഞാൻ ആ സൈക്കിളിൽ ഒരു ഗ്രാമത്തിൽ ചെന്ന് സുവിശേഷം ഒക്കെ അറിയിച്ചു, ലഘുലേഖകൾ വിതരണം ചെയ്തു, അനേക വീടുകളിൽ കയറി ഇറങ്ങി. തിരിച്ചു വരുമ്പോഴ് ചിറ്റൂർ പട്ടണത്തിലുള്ള അണിക്കോട് ഉള്ള സ്ഥലമുണ്ട്. ആ അണിക്കോട് വന്നപ്പോഴ് ഒരു 10-20 സൈക്കിൾ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നു അവിടെ. ഇതെന്താണെന്ന് അറിയുവാൻ ഞാൻ എന്റെ സൈക്കിളും അവിടെ ചെന്നു. എന്റെ സൈക്കിളും ഒരു പിടിച്ചു. കാരണം അന്വേഷിച്ചപ്പോഴ് അന്ന് മുനിസിപ്പാലിറ്റിയില് 5 രൂപ ടാക്സ് അടയ്ക്കണം. 1972 5 രൂപ പോയിട്ട് 5 പൈസ എടുക്കാനില്ലാത്ത ഒരു സമയം. അല്പം പരിചയമുള്ള ഒരു കടയിൽ ചെന്ന് അന്ന് 5 രൂപ കടം ചോദിച്ചു. അവിടെയും അന്നത്തെ കാലഘട്ടമായതുകൊണ്ടായിരിക്കണം അവർ തന്നില്ല. എന്നാൽ അവരുടെ ഇട്ടിരുന്ന ഒരു സ്റ്റൂളിൽ ഞാൻ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ സമയത്ത് പോസ്റ്റ്മാൻ ആ വഴിക്ക് വീഴുമ്പോഴ് ഇതാ പീറ്റർ സാറിന് ഒരു മണി ഓർഡർ ഉണ്ടെന്നും പറഞ്ഞ് വിളിച്ചു പറഞ്ഞു. അതൊരു അത്ഭുതമായിട്ട് തോന്നി. അദ്ദേഹം അടുത്ത് വന്നു, എന്റെ അടുക്ക് വന്ന് അത് ഒപ്പിട്ടപ്പോൾ 100 രൂപ ഉണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് 100 രൂപ എന്ന് പറഞ്ഞാൽ വലിയ പൈസയാണ്. ആ സന്തോഷം കൊണ്ട് അദ്ദേഹത്തിന് 2 രൂപ കൊടുത്തു. 5 രൂപ സൈക്കിൾ ടാക്സ് കൊടുത്ത് തിരിച്ചു പോകുമ്പോഴ് എന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. കർത്താവ് എത്രമാത്രം കരുതലെന്ന്, കർത്താവിന്റെ കരുതൽ എത്രമാത്രം വലുതാണ് എന്ന് വിചാരിക്കുന്ന ചിന്ത എന്റെ ഹൃദയത്തെ ഭരിച്ച് കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഞാൻ വീട്ടിൽ ചെന്ന് വൈഫിനോട് ഈ കാര്യം പറഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഇനി ഒരിക്കലും ആരോടും കടം ചോദിക്കുകയോ വാങ്ങിക്കില്ല എന്നൊരു തീരുമാനം ചെയ്തു. ആ തീരുമാനം ഇന്നുവരെയും പുലർത്തുവാൻ കർത്താവ് സഹായിച്ചു. അനേക സന്ദർഭങ്ങളിൽ വേദനാജനകമായിരിക്കുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട്, പട്ടിണിയുടെ സമയം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ സമയത്തൊക്കെയും കർത്താവിൽ ആ തീരുമാനം ഉറച്ച തീരുമാനമായതുകൊണ്ട് അതിനെതിരായി പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല. ഒരിക്കൽ ഒരു സ്ഥലത്ത് ചെന്നു, അവിടുന്ന് തിരിച്ചു പോരുവാൻ കയ്യിൽ പൈസ ഇല്ല. എന്നാൽ 2 രൂപ മതി ചിറ്റൂരിലെത്താൻ വാസ്തവത്തില്. പക്ഷെ അന്ന് 10-20 കിലോമീറ്റർ നടന്നു. കാരണം ഈ തീരുമാനം ആണ്. എന്നാ ദൈവം അത് അംഗീകരിച്ചു. ദൈവം അംഗീകരിച്ച് എല്ലാ പ്രശ്നങ്ങളുടെ നടുവിലും കർത്താവ് അതാത് സമയത്ത് സഹകരിക്കുവാനിടയായി തീർന്നു. ഞാൻ ചിറ്റൂരിൽ ആയിരിക്കുമ്പോഴ് എനിക്ക് ആദ്യമായി കൊല്ലംകോടായിരിക്കുമ്പോൾ ആദ്യമായി ഒരു മണി ഓർഡർ വന്നത് OM ശ്യാമൽ സാറിന്റെയാണ്. അന്ന് 5 രൂപയാണ് അയച്ചത്. അത് വലിയ തുകയായിരുന്നു. ഞാനത് ഓർപ്പിച്ചത് കർത്താവ് വിളിച്ചുവെങ്കിൽ കർത്താവ് നടത്തുവാൻ മതിയായവനാണ് എന്ന് ഓർപ്പിക്കാൻ വേണ്ടിയാണ്. കർത്താവ് എത്ര നല്ലവനാണ്. കർത്താവ് വിളിച്ച് വേലയ്ക്കാക്കിയെങ്കിൽ നിശ്ചയമായിട്ടും കർത്താവ് നടത്തും. ഇന്ന് നല്ല നിലയിൽ നടക്കുവാൻ കർത്താവ് ആവശ്യമായ കൃപ തന്നു, ഞങ്ങളെ സഹായിച്ചു. 1977 ഒടുവിൽ തന്നെയാണ് വിവാഹം നടന്നത്. അത് പൊള്ളാച്ചിയിൽ കർത്താവിന്റെ വേല ചെയ്യുന്ന
കർത്താവിന്റെ വീരദാസൻ ടി വർഗീസ് ഇന്ന് കർത്താവിന്റെ അടുക്കൽ ചേർക്കപ്പെട്ടിരിക്കുകയാണ്. തന്റെ മകൾ, മൂന്നാമത്തെ മകൾ റോസമ്മയാണ് വിവാഹം കഴിച്ചത്. 2003 പ്രിയപ്പെട്ടവൾ കർത്താവിന്റെ അടുക്കൽ ചേർക്കപ്പെട്ടു. എന്നാൽ 2005 അതികഠിനമായ മറ്റൊരു സംഭവം കൂടി ഉണ്ടായി. അതിന് രണ്ടാമത്തവൻ ബിജുവിന് ഒരു വലിയ കാറ് അപകടം ഉണ്ടായി. ഡ്രൈവർ സ്പോട്ടിൽ തന്നെ മരിച്ചു. അത് ബിജു അവനും മരിച്ചു എന്നുള്ള നിലയിലാണ് എല്ലാവരും ധരിച്ചത്. കാറ് വെട്ടിപ്പൊളിച്ച് എടുത്ത് ഒരാശുപത്രി കൂടെ അവരെടുത്തില്ല. കോയമ്പത്തൂര് മറ്റൊരാശുപത്രി കൊണ്ടുപോയി, അവിടുന്ന് മാറി. അങ്ങനെ രാമകൃഷ്ണൻ എന്ന് പറഞ്ഞ ആശുപത്രിയില് ഐസിയു ചില നാളുകൾ കിടക്കേണ്ടതായിട്ട് വന്നു. ഏതാണ്ട് 1 വർഷത്തോളം ചികിത്സയിൽ തന്നെയായിരുന്നു. ഇപ്പോഴും അതിന്റെ പ്രശ്നം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അന്ന് ഏതാണ്ട് ആ കാലത്ത് ഏതാണ്ട് 8 ലക്ഷം രൂപയോളം അവിടെ ചെലവായി. എങ്കിലും ആ 8 ലക്ഷം രൂപയും കർത്താവ് സ്വർഗത്തിൽ നിന്ന് നൽകി എന്നുള്ളത് ഓർത്തുകൊണ്ട് കർത്താവിനെ സ്തുതിക്കുന്നു. ഞാൻ വീണ്ടും ഓർപ്പിക്കുന്നത്, കർത്താവ് വിളിച്ചുവെങ്കിൽ കഷ്ടതയുണ്ട്, പ്രയാസമുണ്ട്, അനേക പരിശോധന ഉണ്ടാകാറുണ്ട്. ആ സമയത്ത് കർത്താവ് നടത്തുവാൻ മതിയായവനാണ്. അവൻ ആക്സിഡന്റായ സമയത്ത് എന്റെ ഹൃദയത്തിൽ വല്ലാണ്ട് വേദനയുണ്ടായി. അന്ന് ഞാൻ എഴുതിയൊരു പാട്ടുണ്ട്, കൃപമതി യേശുവിന് കൃപമതിയാം സങ്കടത്തിൽ എന്നുള്ളതായിരിക്കുന്ന ഒരു പാട്ട് അന്ന് എഴുതുവാനിടയായി തീർന്നു. 1 വർഷം കഴിഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ ആ സന്തോഷം കൊണ്ട് എഴുതിയൊരു പാട്ടാണ്. എത്ര സ്തുതിച്ചു വന്നാലും എത്ര നന്ദി പറഞ്ഞാലും കർത്താവ് നന്മയ്ക്ക് പ്രത്യുപകാരമാകുമോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു ഗാനം അന്നും രചിക്കുവാൻ കർത്താവ് ഇടയായി തീർന്നു. ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ അവസരത്തെ എല്ലാം ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. മാത്രമല്ല, എന്നെ കൈപിടിച്ച് ഉയർത്തിയ അനേക ദൈവദാസന്മാരുണ്ട്. ഞാൻ ചെറിയ സാറിന്റെ ബൈബിൾ സ്കൂളിൽ പഠിച്ചുവെങ്കിൽ 20 വർഷം ആ ബൈബിൾ സ്കൂളിൽ പഠിപ്പിക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. അതുപോലെ മറ്റനേക ബൈബിൾ സ്കൂളുകളിൽ പഠിപ്പിക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. പരിശുദ്ധാത്മാവ് എന്ന വിഷയമാണ് എനിക്ക് പലപ്പോഴും തരാറുള്ളത്. ആ വിഷയത്തെ കുറിച്ച് ഞാൻ പഠിപ്പിച്ചു. അതിന്റെ പേരിലാണ് അഭിഷേക്തരും അഭിഷേകം എന്ന പുസ്തകം തന്നെ ഉണ്ടാകുവാൻ കാരണമായി തീർന്നത്. അത് ഓർത്തുകൊണ്ടും ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവിന്റെ വലിയ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ എന്ന് ഓർപ്പിക്കുകയാണ്. അതുപോലെ 72 വേറെ സംഭവം ഉണ്ടായി. അത് അന്ന് ഏതാണ്ട് വീട്ടിൽ ഒരു സാധനവും ഇല്ലാത്ത, അതായത് രാവിലത്തേക്കില്ല, ഉച്ചയ്ക്കില്ല, വൈകിട്ടത്തേക്കില്ലാത്ത ഒരവസ്ഥ. വളരെ വിഷമം പിടിച്ച രാത്രി. അന്ന് രാത്രിയില് കർത്താവ് എന്നെ വിളിച്ചതാണോ അല്ലയോ എന്നൊരു സംശയമുണ്ടായി. ഞാൻ അന്ന് രാത്രി പ്രാർത്ഥിച്ചു, കർത്താവെ വിളിച്ചതല്ലെങ്കിൽ ഞാൻ തിരിച്ചു പോകണം. അന്ന് രാത്രിയിലാണ് എന്റെ ഹൃദയത്തിൽ നിന്ന് ഉയർന്നു വന്ന, ഏതാണ്ട് രാത്രി 2 മണി സമയമായി, ഉള്ളങ്കലങ്ങും പ്രയാസം വന്നാൽ ഉണ്ടെനിക്ക് അഭയസ്ഥാനം വന്ന് ഉറ്റവർ സ്നേഹിതർ വിട്ടുപോകുമെന്നാലും ഉന്നതൻ മാറില്ല എന്നുള്ളതായിരിക്കുന്ന ആ പാട്ടിന്റെ ചരണം അന്ന് രാത്രി എഴുതിയതാണ്. ആഴിയിൽ പാതി ഒരുക്കുമവൻ, ആശ്രിതർക്ക് ആപത്തൊഴിക്കുമവൻ, ആ ദിവ്യപാദത്തിൽ ആശ്രയിച്ചവരാരും ആലംബ ഹീനരായി തീർന്നതില്ല. അതെല്ലാം ഓർക്കുമ്പോഴ് ഇന്നും കണ്ണുകൾ നിറയാറുണ്ട്. ആ അനുഭവത്തിൽ നിന്ന് എഴുതിയ ഗാനങ്ങളാണ് അത് എന്ന് ഓർപ്പിക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചു എന്ന് മാത്രമുണ്ട്. മാത്രമല്ല, ക്യാമ്പുകളിൽ അനേകർ വന്ന് എന്നെ സഹായിക്കാറുണ്ട്. എല്ലാവരും തന്നെ നിദ്ര പ്രാപിച്ചിരിക്കുന്നവർ, കർത്താവിനോടൊക്കെ ചേർക്കപ്പെട്ടവരാണ്. അവരെല്ലാം ഓർത്ത് കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് കൂടാതെ പല പ്രസ്ഥാനങ്ങളിലും അതിലൊക്കെ പ്രസ്ഥാനം പ്രവർത്തിപ്പാൻ, നമ്മളുടെ പ്രസ്ഥാനം പ്രവർത്തിപ്പാൻ കർത്താവ് കൃപ ചെയ്തു. YMF മലബാർ ഡിവിഷന്റെ പ്രസിഡന്റായിട്ടും, അതുപോലെ ജനറൽ YMFന്റെ വൈസ് പ്രസിഡന്റായിട്ടും കുറെ കാലങ്ങൾ
പ്രവർത്തിപ്പാൻ കർത്താവ് ആവശ്യമായ കൃപ തന്നു. മേഴ്സി ഹോം അവരോടൊത്ത് പ്രവർത്തിപ്പാൻ, അതിന്റെ അംഗമായി പ്രവർത്തിപ്പാൻ കർത്താവ് കൃപ ചെയ്തു. അതുപോലെ തന്നെ ബിലീവേഴ്സ് റിലീഫ് ട്രസ്റ്റ്, അതോടെ ബന്ധത്തിൽ പ്രവർത്തിപ്പാൻ കർത്താവ് കൃപ ചെയ്തു. ബൈബിൾ സാഹിത്യ പ്രസ്ഥാനം, അത് ഞാനോട് ചേർന്ന് ആരംഭിച്ച ഒരു പ്രസ്ഥാനമാണ്. അതിലും പങ്കെടുക്കുവാനും അതോട് ചേർന്ന് പ്രവർത്തിപ്പാനും കർത്താവ് കൃപ ചെയ്തു. ക്രൈസ്തവ സാഹിത്യ അക്കാദമി, അതുപോലെ സുവിശേഷ ധ്വനി എഡിറ്റോർ ബോർഡിലെ ഒരംഗമായിരുന്നു. ഇപ്പോൾ മലബാർ മെസഞ്ചർ എന്ന പറയുന്ന മാസികയുടെ ചീഫ് എഡിറ്ററായിട്ട് പ്രവർത്തിച്ച് വരികയാണ്. കൂടാതെ എൻ്റെ ജീവിതത്തിൽ മറ്റൊരു അത്ഭുതം ഉണ്ടായത് KV സൈമൺ സാറിന്റെ നല്ല ശമര്യൻ എന്ന് പറഞ്ഞ ഒരു കവിത പുസ്തകമുണ്ട്. കണ്ണകാവ്യമാണ്. ആ കണ്ണകാവ്യം അവര് എനിക്ക് അയച്ചു തന്നു. 2014 അത് വീണ്ടും പ്രിന്റ് ചെയ്യാൻ വേണ്ടി അവർ ആഗ്രഹിക്കുകയാണ്. അതിന് ഒരു ആശംസ എഴുതി തരണം എന്ന് പറഞ്ഞ് എന്നെ അറിയിച്ചു. അതെന്റെ ഹൃദയത്തെ വല്ലാതെ ബാധിച്ചു. സൈമൺ സാറിന്റെ ഈ മഹാകാവ്യത്തിന്, തന്റെ എല്ലാം പ്രസ്ഥാനം വലുതാണല്ലോ, ഈ നല്ല ശമര്യൻ എന്ന ഈ ചെറു പുസ്തകത്തിന്, കണ്ണകാവ്യത്തിന് ഞാൻ എങ്ങനെയാണ് ആശംസ എഴുതുക? ഏതായാലും പിന്നെ അവർ നിർബന്ധിച്ചപ്പോഴേ ഒരാശംസ എഴുതി കൊടുത്തു. ആ ആശംസ ഞാൻ എഴുതി കൊടുത്തവർ തന്നെ അവർ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ആ പുസ്തകത്തിൽ എന്നെ മാത്രമാണ് അതിന് എന്റെ ആശംസ മാത്രമാണ് അതിൽ ചേർത്തിരിക്കുന്നത്. അത് ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്. ഇതിനെന്ത് യോഗ്യതയാണ്? എനിക്കുള്ള ഒരു യോഗ്യതയില്ല, എനിക്ക് ഒരു കഴിവുമില്ല എന്നുള്ളത് ഞാൻ തന്നെ പലപ്പോഴും സമ്മതിക്കാറുണ്ട്. അങ്ങനെ പല പ്രസ്ഥാനങ്ങളിലും കർത്താവിന്റെ മഹത്വമുള്ള സന്ദേശം അറിയിക്കുന്നതിനും പല പ്രസ്ഥാനം പ്രവർത്തിപ്പാനും ആവശ്യമായിരിക്കുന്ന കൃപ തന്ന് കർത്താവ് എന്നെ സഹായിച്ചു. അത് ഓർത്തുകൊണ്ട് കർത്താവിനെ സ്തുതിക്കുന്നു. മറ്റൊന്ന് ഓർപ്പിക്കാനുള്ളത്, ഇതിനിടയ്ക്ക് പുസ്തകങ്ങൾ രചിക്കുവാനുള്ളതായിരിക്കുന്ന ആഗ്രഹം എൻ്റെ ഹൃദയത്തിലുണ്ടായി. ചില പുസ്തകങ്ങൾ, ഏതാണ്ട് 9 പുസ്തകങ്ങൾ ഞാൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് ചിലതാണ് അഭിഷേകവും, അതുപോലെ 2 ഗാനങ്ങൾ, 2 മോചനം, അതുപോലെ വേദധ്വനി എന്നീ കവിതാ സമാഹാരം. ഇപ്പോഴ് ഈ കഴിഞ്ഞ വർഷം മനുഷ്യനും മതവും എന്ന് പറഞ്ഞ ഒരു ചെറു പുസ്തകം പ്രസിദ്ധീകരിച്ചു. കൂടാതെ 8 ലഘുലേഖകളും എഴുതി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 8 ലഘുലേഖ. അതിലോ ഈ അടുത്ത സമയത്ത് കഴിഞ്ഞ 2 ആഴ്ച മുൻപ് പ്രസിദ്ധീകരിച്ച ലഘുലേഖ വെളിച്ചം കണ്ടപ്പോൾ എന്നുള്ളതാണ്. അവിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വെളിച്ചം കണ്ടപ്പോൾ എന്നുള്ള ആശയത്തിലാണ് അത് എഴുതിയിരിക്കുന്നത്. 1500 കോപ്പി പ്രിന്റ് ചെയ്തു. അതെല്ലാം കൊടുത്തു കഴിഞ്ഞു. വീണ്ടും പ്രിന്റ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. പ്രത്യേക ആ വിഷയം ഓർത്ത് പ്രാർത്ഥിക്കണം എന്നുകൂടെ ഓർപ്പിക്കുകയാണ്. അങ്ങനെ ഇത്രത്തോളം കർത്താവ് സഹായിച്ചു. അതെല്ലാം ഓർത്തുകൊണ്ട് കർത്താവിനെ സ്തുതിക്കുന്നു. എൻ്റെ കഷ്ടതയുടെ ഈ വിശ്വാസ ജീവിത പടകിൽ എന്നൊരു പുസ്തകം 2019 ലിജോ പാലമറ്റം ബ്രദർ എക്കോ എന്ന പേരില് എൻ്റെ ജീവചരിത്രം പ്രസിദ്ധീകരിക്കുവാൻ സാധിച്ചു. അതിന്റെ 2ാം പതിപ്പ് ഇപ്പോൾ പ്രസിദ്ധീകരിക്കുവാൻ ഇടയായി തീർന്നു. അതിന്റെ പേര് വിശ്വാസ ജീവിത പടകിൽ എന്നാണ്. വിശ്വാസ ജീവിത പടകിൽ. എന്റെ ജീവിതയാത്ര ആരംഭിച്ചിട്ട് 60 വർഷം കഴിഞ്ഞു. ക്രിസ്തീയ അതായത് വിശ്വാസ ജീവിത യാത്ര ആരംഭിച്ചിട്ട് 60 വർഷമായി ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വേദനിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്കിപ്പോ 84 വയസ്സായി. എന്നാൽ ഇന്നും കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യുവാൻ അനുവദിച്ചുകൊണ്ടിരിക്കുന്നു. അതോർത്തുകൊണ്ട് കർത്താവിനെ സ്തുതിക്കുന്നു. വിശ്വാസ ജീവിത പടകിൽ എന്നുള്ള പാട്ട് വളരെ വൈഷമ്യകരമായിരിക്കുന്ന ഒരവസ്ഥയിൽ എഴുതിയതാണ്. അനേക സമയത്ത് ഈ വിശ്വാസ ജീവിത പടക്
ആഴത്തിലേക്ക് പോകുവാൻ ഇടയായി തീരുമോ എന്ന് ഭയപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് വേദനകൾ, ദുഃഖങ്ങൾ. എനിക്ക് തന്നെ ഏതാണ്ട് 8 ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞിടയ്ക്ക് കിടന്ന ഓപ്പറേഷൻ നിമിത്തം ഇപ്പൊ നിൽക്കുമ്പോഴും നടക്കുമ്പോഴും അല്പം പ്രയാസമുണ്ട്. എങ്കിലും കർത്താവ് കൃപ തന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നു. അത് ഓർത്തുകൊണ്ട് കർത്താവിനെ സ്തുതിക്കുന്നു. ഇങ്ങനെ ഗാനങ്ങളും കവിതകളും രചിക്കുവാനും ഇന്നും ചില പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുവാനും അതുപോലെ മാസികയിൽ പല മാസികകൾ എഴുതുവാനും ഒക്കെയും കർത്താവ് ചെയ്തു. അതെല്ലാം ഓർത്തുകൊണ്ട് കർത്താവിനെ സ്തുതിക്കുന്നു. എന്റെ ജീവചരിത്രം ചുരുക്കമായി ഒന്ന് ഓർപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എന്റെ മൂത്ത മകൻ സജി 9 വർഷമായി കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വേദിരിഞ്ഞ് ഇവിടെ തന്നെ ഈ ചിറ്റൂരിൽ താമസിച്ചുകൊണ്ട് പ്രവർത്തിച്ചു വരുന്നു. സഭയ്ക്ക് ഒരു വലിയ അനുഗ്രഹമാണ്. ഈ ദേശത്ത് മറ്റുള്ള സുവിശേഷന്മാർ ഒരുമിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. രണ്ടാമത്തവൻ ബിജു, അവനാണ് ആക്സിഡന്റ് ആയത്. അവന് ജോലിയില്ല. എന്നാൽ അവന്റെ ഭാര്യയ്ക്ക് ഗൾഫിൽ, അതായത് അബുദാബിയില് ഒരു നേഴ്സാണ്. 2 മക്കൾ അവരവിടെ പഠിക്കുന്നു. പ്രത്യേകിച്ച് അവനിപ്പോഴും അല്പം പ്രയാസമുണ്ട്. അവരെ ഓർത്തും സജി കുടുംബത്തെ ഓർത്തും പ്രത്യേകം പ്രാർത്ഥിക്കണം എന്ന കാര്യം ഓർപ്പിക്കുകയാണ്. ഇങ്ങനൊരു അവസരം നൽകിയത് ഓർത്തുകൊണ്ട് കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവിന്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. അല്പസമയം ദൈവത്തിൽ ചിന്തിക്കാം എന്നാണ് വിചാരിക്കുന്നത്. നമ്മുടെ സമയം ഇവിടെ അവസാനിച്ചുകൊണ്ടിരിക്കുന്നു. അല്പസമയം 2-3 കാര്യങ്ങൾ മാത്രം ഒന്ന് ഓർപ്പിച്ച് അവസാനിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. എന്നെ കരുതുന്ന കർത്താവ്, ഇതാണ് ഇന്നത്തെ എന്റെ വിഷയം. നാം തിരുവെഴുത്തിൽ വായിക്കുമ്പോഴ് 1 പത്രോസ് 5:7 വായിക്കുമ്പോഴ് അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ. എന്റെ ജീവചരിത്രം ചുരുക്കമായി ഞാൻ ഓർപ്പിക്കുകയായിരുന്നു. എന്നാൽ എന്നെ കരുതുന്ന ഒരു കർത്താവ് ജീവിക്കുന്നു എന്നുള്ളത് എന്റെ ഹൃദയത്തെ സ്പർശിക്കുന്ന ഒരു പ്രത്യേക വിഷയമാണ്. എന്നെ കരുതുന്ന കർത്താവ്. നാം തിരുവെഴുത്ത് പരിശോധിക്കുമ്പോൾ ദൈവം കരുതിയ അനേക സന്ദർഭങ്ങൾ നമുക്ക് വായിക്കുവാനും ചിന്തിക്കുവാനും കഴിയും. നമുക്കറിയാം, ദൈവപുരുഷനായിരിക്കുന്ന ഏലിയാവിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായത്തിന്റെ 5 മുതൽ വായിക്കുമ്പോൾ ഏലിയാവിനെ കുറിച്ച് അവിടെ നാം വായിക്കുന്നുണ്ട്. ഏലിയാവ് ഒരു ചൂര ചെടിയുടെ ചുവട്ടിൽ കിടന്ന് ഉറങ്ങുകയാണ്. ദൈവത്തിന്റെ വിലയേറിയ ദാസനാണ്, പ്രവാചകനാണ്, ദൈവം വിളിച്ചാക്കിയ പ്രവാചകനാണ്. എന്നാൽ ഇപ്പോഴ് ആ ചൂര ചെടിയുടെ ചുവട്ടിൽ ഉറങ്ങുന്ന സമയം നാം വായിക്കുന്നത്, ദൂതൻ വന്ന് തട്ടി ഉണർത്തി അപ്പവും വെള്ളവും നൽകിയതായിട്ട് നാം വായിക്കുന്നുണ്ട്. ഒരു ദൈവവേദനെ നടത്തുവാൻ ദൈവത്തിന് കഴിയും എന്നുള്ളതിന്റെ വലിയ തെളിവായിട്ട് നമുക്ക് വാക്കിയിരിക്കുകയാണ്. എന്നെ നടത്തുന്ന ദൈവം, എന്നെ കരുതുന്ന ദൈവം, ആ ദൈവത്തെ കുറിച്ചാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അത് മാത്രമല്ല, അവിടുന്ന് ഏലിയാവിനെ ഉണർത്തിയെങ്കിലും ഏലിയാവ് പിന്നെ കാര്യം നാം വായിക്കുമ്പോൾ നമുക്കെല്ലാം അറിയാവുന്ന വിഷയമാണ്. കെരീത്ത് അവിടെ എല്ലാം മഴ പെയ്യാതെ, മഞ്ഞില്ല, മഴയില്ല, 2 വർഷം അങ്ങനെ ആയപ്പോഴ് ആ കെരീത്ത് തോട്ടിലേക്കാണ് ഏലിയാവിനെ അയച്ചത്. അവിടെ വെള്ളം ധാരാളമുണ്ട്. എന്നാൽ ആ വെള്ളം കുടിച്ച്, അതുപോലെ തന്നെ കാക്ക അപ്പവും ഇറച്ചിയും കൊണ്ടു കൊടുക്കുന്നൊക്കെ നാം വായിക്കുന്നുണ്ട്. ഭക്ഷണം കാക്ക കൊണ്ടു കൊടുക്കും, വെള്ളം അവിടുന്ന് കുടിക്കും. ദൈവത്തിന്റെ അത്ഭുതമായിരിക്കുന്ന കരുതല് അത് ഓർക്കുമ്പോഴ് എന്റെ ഹൃദയം നന്ദി കൊണ്ട് നിറയാറുണ്ട്. അതുമാത്രമല്ല, ഈ ഏലിയാവ് ആ വെള്ളം വറ്റിയപ്പോഴ് ദൈവം പറഞ്ഞയച്ചത് ഒരു വിധവയുടെ അടുക്കിലേക്കാണ്. ഒന്നുമില്ലാത്തൊരു വിധവ. അന്ന് അല്പം ആ അപ്പം ഉണ്ടാക്കി അത് തിന്ന് അല്പം വെള്ളം കുടിച്ച് മരിക്കുവാനിരിക്കുന്നതായിരിക്കുന്ന ഒരു വിധവ. എന്നാൽ
ഏലിയാവ് അവിടെ ചെന്ന് എനിക്ക് അല്പം വെള്ളം വേണം എന്നാവശ്യപ്പെട്ടു. അതോട് ചേർന്ന് തന്നെ ഒരു കഷ്ണം അപ്പത്തെ കുറിച്ച് ചോദിക്കുകയുണ്ടായി. അവള് പറഞ്ഞു, ഞാനും എന്റെ മകനും മാത്രമേ ഉള്ളൂ, ഞങ്ങൾ മരിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് എന്ന് പറഞ്ഞ് അപ്പോഴും ഈ ഏലിയാവ് വിടുന്നില്ല. ആദ്യം ചുടുന്ന അത് എനിക്ക് തരണം. അവൾ അങ്ങനെ തന്നെ ചെയ്തു, അനുസരിച്ചു. അതിന്റെ ഫലമായിട്ട് നാം വായിക്കുന്ന എങ്ങനെയാണ്, അവളുടെ തുരുത്തിയില് വെള്ളം, എണ്ണ, ആ ഭരണിയിലെ എണ്ണ വറ്റിപ്പോയില്ല. ഭരണിയില് ആ എണ്ണ വറ്റിപ്പോയില്ല. ജലത്തിലെ മാവ് കുറഞ്ഞു പോയില്ല. ജീവിതകാലം മുഴുവൻ ദൈവം പുലർത്തി. ദൈവത്തിന്റെ അത്ഭുതമായിരിക്കുന്ന കരം അവളെ നടത്തി, ഏലിയാവിനെ നടത്തി. ഇതൊരു വലിയ ചിന്തയാണ്. നാം പലപ്പോഴും ക്ഷീണിച്ചു പോകാറുണ്ട്. നാം പലപ്പോഴും നിരാശപ്പെടാറുണ്ട്. എന്നാൽ ഇവിടെ നാം വായിക്കുന്നത് നിരാശപ്പെടേണ്ട, നമ്മെ കരുതുന്ന ഒരു കർത്താവ് ജീവിക്കുന്നു എന്നുള്ളത് നമ്മുടെ ഹൃദയത്തിൽ ആഴമായി പതിയട്ടെ. അതുകൊണ്ട് വാക്കുകൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. പത്രോസിനെ കുറിച്ച് നാം വായിക്കുമ്പോൾ എന്താ കാണുന്നത്? പത്രോസ് പഴയ വലയും പടവും ഒക്കെ എടുത്ത് താൻ മീൻ പിടിക്കാൻ പോയിരിക്കുകയാണ്. ആ സമയത്ത് പിന്നെയും കർത്താവ് തേടി ചെന്ന് പത്രോസിന് ഞാൻ വലത്ത് ഭാഗത്ത് വല വീശുവാൻ പറഞ്ഞു. പത്രോസ് അത്ഭുതപ്പെട്ടു പോയി. നാം വായിക്കുന്നത് അവർക്ക് വേണ്ടി ചൂടുള്ള അപ്പവും ആ വെള്ളവും അവിടെ കർത്താവ് ഒരുക്കിയിരിക്കുന്നു. കർത്താവിന് വിട്ടുപോയതാണ്, എന്നാൽ പിന്നെയും തേടി നടക്കുന്ന ഒരു കർത്താവ്. നാം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ക്ഷീണിച്ചു പോകാറുണ്ട്. ഇനി എങ്ങനെയെന്ന് ചിന്തിച്ചു പോകാറുണ്ട്. ചിലപ്പോ നാം അത് വിട്ടുപോകാറുണ്ട്. പക്ഷെ പ്രിയപ്പെട്ടവരെ, നമ്മെ തേടി വരുന്ന കർത്താവ്, നമ്മെ സ്നേഹിക്കുന്ന കർത്താവ്, നമ്മുടെ ജീവിതത്തെ പരിശോധിക്കുന്ന കർത്താവ്, നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന കർത്താവ്, ആവശ്യങ്ങൾ അറിഞ്ഞ് നമ്മെ വഴി നടത്തുന്ന കർത്താവ്. ഒരു ചെറിയ ദൃഷ്ടാന്തം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. എന്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു വലിയ അത്ഭുതമാണ്. ഞാനൊരിക്കൽ ബത്തേരിക്കടുത്തുള്ള മീനങ്ങാടിയിൽ അവിടെ ഒരു യാക്കോബ വീട്ടിൽ ഒരു പ്രാർത്ഥന യോഗത്തിന് പോയി. എൻ്റെ ഒരു കൂട്ടു സഹോദരൻ ഉണ്ടായിരുന്നു. പ്രാർത്ഥന കഴിഞ്ഞ് രാത്രിയില് തിരിച്ചു വരുമ്പോഴ് ആ സഹോദരൻ തന്റെ വീട്ടിലേക്ക് പോയി. ഞാൻ മീനങ്ങാടി ടൗണിൽ വന്ന് നിൽക്കുകയാണ്. എൻ്റെ കയ്യില് ഒരു പൈസ പോലും ഇല്ല. ഞാൻ ഇനി അവിടുന്ന് ഒരു 8 മൈൽ ബത്തേരിക്ക് പോകണം. എങ്ങനെ പോകും? ആകെ വിഷമിച്ചു, പ്രാർത്ഥിച്ചു. എങ്ങനെ ഈ തണുപ്പത്ത് ഇവിടെ ചുമ്മാ കിടക്കും? ആ ചിന്താഭാരം പിരിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴ് ഒടുവിലത്തെ ബത്തേരിക്കുള്ള ബസ് വന്നപ്പോഴ് അതിലൊരു സഹോദരൻ ഉണ്ടായിരുന്നു, അടുത്ത് താമസിക്കുന്ന. അദ്ദേഹം ജോർജ് ബസ്സിക്കാരനാന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് എന്നെ വിളിക്കാനുള്ള അധികാരമുണ്ട്. ഞാനൊരു കയ്യില് പോക്കറ്റില് എന്തോ ഇട്ടു. 5 രൂപയായിരുന്നു. അന്നത്തെ കാലത്ത് 5 രൂപ വലിയ വിലയാണ്. ഞാൻ 100 സ്തോത്രം ചെയ്തു. കർത്താവേ, അവിടുന്ന് എത്ര വഴി നടത്തുന്നവരാണ്. ഏലിയാവിനെ പോറ്റിയ ദൈവം, അബ്രഹാമിനെ പോറ്റിയ ദൈവം, അതുപോലെ ഇസ്മായിലിനെ വേണ്ടി പോറ്റിയ ദൈവം, ഈ പത്രോസിനെ പോറ്റിയ ദൈവം എത്രയോ വിശ്വസ്തനാണ്. വിളിച്ചവൻ വിശ്വസ്തൻ എന്നുള്ളതിന്റെ തെളിവായിട്ട് ഞാൻ ആ കാര്യം പലയിടത്തും പറയാറുണ്ട്. വീട്ടിലേക്ക് 2 മൈൽ നടന്നു പോകണം. ബസ് ഇറങ്ങിയിട്ട് മണി 10 കഴിഞ്ഞു. അങ്ങനെ പോകുന്ന വഴിക്ക് നിരാവിളിച്ചുകൊണ്ട് പോകുന്ന വഴിയിൽ നടന്നു പോകുമ്പോഴേ എന്റെ ഹൃദയത്തിന് ഉയർന്നു വന്ന ഈരടികളാണ്. നിന്നിഷ്ടം ദേവ ആയിട്ടെ, ഞാനോ മൺപാത്രം. കർത്താവേ, നിന്റെ ഇഷ്ടം നടക്കട്ടെ. എന്റെ ഇഷ്ടം ഒന്നും നടക്കണ്ട, അവിടുത്തെ ഇഷ്ടം നടക്കണം. നിന്നെ ഇഷ്ടം ദയവായിട്ടെ, ഞാനോ മൺപാത്രം. മനോരമ പത്രക്കാര് അവരുടെ മ്യൂസിക് ആ പാട്ട് ആവശ്യപ്പെടുകയും അവർ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അതുകൂടാതെ പിന്നെയും 3-4 പാട്ടുകൾ അവർ ആവശ്യപ്പെട്ട് അവര് പ്രസിദ്ധീകരിച്ച് ഇപ്പോഴും അവര് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ്
നമ്മെ വഴി നടത്തുവാൻ, എല്ലാ പ്രസ്ഥാനങ്ങളും നടത്തുവാൻ, എല്ലാവരെയും വഴി നടത്തുവാൻ നല്ലവനാണ്. മാത്രമല്ല, ദൈവം വിളിച്ചുവെങ്കിൽ ദൈവം നമ്മെ പോറ്റുവാനും മതിയായവനാണ് എന്നോർപ്പിച്ചുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കാനായിട്ടിരിക്കുന്നു. സമയമെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ ഒരു വാക്കൂടെ ഓർപ്പിക്കട്ടെ. ഈ ദൈവം ഇന്നും എന്നേക്കും നമ്മുടെ ദൈവമാണ്. ഈ പോറ്റുന്ന, നമ്മെ കരുതുന്ന ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാണ്. ആ ദൈവത്തിൽ നമുക്ക് പരിപൂർണമായി ആശ്രയിക്കാം. മറ്റാരിലും ആശ്രയിച്ചിട്ട് കാര്യമില്ല. ഈ കർത്താവിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. എന്റെ ഈ സമയത്ത്, എന്റെ ഈ പ്രായത്തിൽ തന്നെ അത് ഉരുൾപൊട്ടിയ ആ സ്ഥലത്തേക്ക് പോകുവാൻ കർത്താവ് അനുവദിച്ചു. അവിടെ ആ മുണ്ടക്കൈ, ചൂരൽമല, ആ പ്രദേശത്തുള്ള ഏതാണ്ട് 160 വീട്ടുകാർക്കുള്ള ഉപകരണങ്ങൾ അവിടെ നൽകുവാൻ കർത്താവ് ദൈവമക്കളെ ഉപയോഗിച്ചു. അതിന്റെ ഈ എളിയവനായ എനിക്ക് 84 വയസ്സുണ്ട്, നിൽക്കുമ്പോൾ പ്രയാസമുണ്ട്, നടക്കുമ്പോൾ പ്രയാസമുണ്ട്. ഇതെല്ലാം പറഞ്ഞിട്ടും അവരെന്നെ വിളിച്ച് ഞാനായിരുന്നു അതിന്റെ അധ്യക്ഷ സ്ഥാനം വഹിച്ചത്. മാത്രമല്ല, അവർക്ക് കൊടുക്കുന്ന ആ സാധനത്തിന്റെ അതിന്റെ ഉദ്ഘാടനവും ഞാൻ തന്നെ ആണ് നിർവഹിച്ചത്. ദൈവമക്കൾ ഇന്നും സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഉത്തമമായിരിക്കുന്ന തെളിവായിട്ട് ആ വിഷയം ഞാൻ എടുക്കുകയാണ്. നമ്മെ കരുതുന്ന കർത്താവ്, എന്നെ കരുതുന്ന കർത്താവിനെ കുറിച്ച് ഞാൻ ഒരിക്കലും ഇങ്ങനെ എഴുതിയുണ്ട്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പാട്ടാണ്. എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പാനേശു എന്നും മതിയായവൻ. എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പാനേശു എന്നും മതിയായവൻ. അതെ, നമ്മെ കാക്കുവാൻ, നമ്മെ പാലിപ്പാൻ, നമ്മുടെ ജീവനെ വഴി നടത്തുവാൻ മതിയായ ഒരു കർത്താവിലാണ് നാം ഇന്ന് ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രശ്നങ്ങൾ ഉണ്ടാകും, പ്രതികൂലങ്ങൾ ഉണ്ടാകും, പരിശോധന അനവധിയായിട്ട് വരും. അപ്പോഴും നമുക്ക് നോക്കാനുള്ള കർത്താവിന്റെ മുഖത്തേക്കാണ്. നാം സ്തേഫാനോസിനെ കുറിച്ച് ഇങ്ങനെ വായിക്കുന്നുണ്ട്. സ്തേഫാനോസ് കല്ലേറ് കൊണ്ട് താൻ മരിക്കുവാൻ ഒരു രക്തസാക്ഷിയെ തീരുവാൻ പോവുകയാണ്. താൻ വേദന കൊണ്ട് പൊളയുകയാണ്, ശരീരം മുഴുവൻ വേദനിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഭയങ്കരമായിരിക്കുന്ന വേദനയിൽ താൻ മുട്ടുകുത്തി സ്വർഗത്തിലേക്ക് നോക്കി, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട് സ്വർഗത്തിലേക്ക് നോക്കിയപ്പോൾ കണ്ട കാഴ്ച താൻ എതിരേൽക്കാൻ നിൽക്കുന്ന യേശുവിനെയാണ്. ദൈവത്തിന്റെ മഹത്വം ദർശിക്കുവാൻ, ദൈവത്തിന്റെ കൃപ ദർശിക്കുവാൻ, ദൈവത്തിന്റെ കരുതൽ ദർശിക്കുവാൻ തനിക്കിടയായി തീർന്നു. താൻ രക്തസാക്ഷിയായി കർത്താവിന് വേണ്ടി ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു, കർത്താവിന്റെ അടുക്കൽ ചേർക്കപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനേക അനുഭവം ഉണ്ടായെന്നും അതിന്റെ എവിടെയെല്ലാം നാം പകച്ചു പോകാതെ, പിന്മാറിപ്പോകാതെ, കർത്താവിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് മുന്നേറുവാൻ ഈ ചിന്തകളും നമ്മെ സഹായിക്കട്ടെ. ഈ എന്റെ ജീവിതത്തിന്റെ ചുരുക്കം ചില ഭാഗങ്ങൾ കേൾപ്പിക്കുവാൻ ആ കാൽവറി നാഥ പ്രസ്ഥാനത്തിന് ഇടയായി തോർത്തുകൊണ്ട് കർത്താവിനെ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ഹൃദയാംഗമായ നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ഈ പ്രസ്ഥാനം നാൾക്ക് നാൾ വളർന്നു വന്ന അനേകർക്ക് ആശ്വാസപ്രദമായി തീരട്ടെ എന്ന പ്രാർത്ഥനയോടെ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവനാമം ഇന്നേക്കും മഹത്വപ്പെടുമാണ്. ആമേൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വളരെ ലളിതമായ, ആഴമായ ഒരു ജീവിത സാഹചര്യങ്ങളിലൂടെ, അനുഭവത്തിലൂടെ കടന്നു പോവുകയായിരുന്നു. കർത്താവിന്റെ ദാസനെ പരിചയപ്പെടുത്തുവാൻ വലിയ വാക്കുകളൊന്നും പറയേണ്ട കാര്യമില്ല. അദ്ദേഹം രചിച്ച ഗാനങ്ങൾ മാത്രം നാം എടുത്തുനിന്ന് പാടി നോക്കുമ്പോൾ അതാണ് ജീവിത അനുഭവങ്ങൾ. വളരെ ശ്രേഷ്ഠമായ, അനുഗ്രഹീതമായ ഗാനങ്ങൾ. അനേക അവാർഡുകളൊക്കെ ലഭിച്ച, അല്ലെങ്കിൽ സമ്മാനങ്ങളൊക്കെ ലഭിച്ച ഗാനങ്ങളൊക്കെ ഉണ്ട്. നാം അത് കേട്ടിട്ടുണ്ട്. ഇനിയും പുതിയ പുതിയ ഗാനങ്ങൾ അദ്ദേഹം രചിക്കുന്ന വീണ്ടും അടുത്ത സന്ദർഭങ്ങളിൽ നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് കേൾക്കാനായിട്ട് കഴിയും. ഞാൻ ഓർക്കുകയായിരുന്നു, വയനാട്ടിലൊക്കെ ഈ പറഞ്ഞ മീനങ്ങാടി, ബത്തേരി സ്ഥലത്തൊക്കെ കർത്താവിന്റെ വേലയിൽ ഏകദേശം 5 വർഷത്തോളം നിൽക്കുവാനിടയായി.
അവിടെയുള്ള പിതാക്കന്മാരൊക്കെ പറയുന്ന ചില ദൈവദാസന്മാരിൽ അഗ്രഗണ്യനായ ഒരു വ്യക്തി തന്നെയാണ് കർത്താവിന്റെ ദാസനായ ജോർജ് പീറ്ററങ്കൽ. അദ്ദേഹം പ്രവർത്തിച്ച കാലഘട്ടത്തെ അനുഭവങ്ങളൊക്കെ കേൾക്കുകയായി. ഒരു ദൈവദാസനെ സംബന്ധിച്ച് ഒരാവശ്യം കടന്നു വരുമ്പോൾ തീർച്ചയായിട്ടും അവന് ചോദിക്കാനുള്ളത് ദൈവത്തോട് മാത്രമാണ്. അവന് കൊടുക്കാൻ കൂടെ നിൽക്കുന്നത് കർത്താവ് മാത്രമാണ്. അങ്ങനെ കർത്താവിന്റെ ദാസനെ അത്ഭുതകരമായിട്ട് വഴി നടത്തിയ വിധങ്ങളിലൂടെ നാം കടന്നു പോവുകയായി. അത് ജോർജ് പീറ്ററങ്കലിന്റെ മാത്രം അനുഭവമല്ല, നമ്മുടെയൊക്കെ ജീവിതത്തിൽ അനുഭവമാകണം. നാം അതുകൊണ്ട് വിശ്വസ്തയോടെ കർത്താവിന്റെ സന്നിധിയിലായിരിക്കാൻ, നമ്മെയും ആ നിലയിൽ കർത്താവ് പോറ്റുന്നു എന്ന് സാക്ഷ്യം പറയുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ജോർജ് പീറ്ററങ്കലെ വഴി നടത്തിയ ദൈവം, സ്നേഹിക്കുന്ന ദൈവം, കരുതുന്ന ദൈവം ഇന്ന് രാത്രി നമ്മോടും കൂടെയുണ്ട്. നമുക്കും സകലതും തരുവാൻ മതിയായ ദൈവമായി കൂടെയുണ്ട്. കർത്താവിന്റെ ദാസന്റെ ജീവിതാനുഭവങ്ങൾ കേൾക്കുമ്പോൾ നാം വളരെ സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു. നാളെ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലും കടന്നു വരുമ്പോൾ, നാം കേട്ടതുപോലെ വേദനയുടെയും പ്രയാസങ്ങളുടെയും അനുഭവങ്ങൾ വരുമ്പോൾ ഒരിക്കലും തകർന്നു പോകാൻ ഇടയാകാതെ, ദൈവത്തെ സംശയിക്കുവാനോ ചോദ്യം ചെയ്യുവാനോ ഇടയാകാതെ, പ്രാർത്ഥനയ്ക്കായിട്ട് മുട്ടുമടക്കുവാൻ, കർത്താവിലേക്ക് നോക്കുവാൻ നമുക്കിടയായി തീരട്ടെ. കർത്താവ് ഒരിക്കലും ചതഞ്ഞ ഒടിച്ചു കളയുന്ന ദൈവമല്ല, പുകയുന്ന തിരിയെ കെടുത്തിക്കളയുന്ന ദൈവമല്ല. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി കർത്താവിന്റെ ദാസന്റെ ആ ജീവിത അനുഭവങ്ങളിലൂടെ നാം കടന്നു പോവുകയാണ്. കർത്താവിന്റെ ദാസനെ മേൽക്കുമേൽ അനുഗ്രഹിക്കട്ടെ. വീണ്ടും ജീവിത അനുഭവങ്ങളും ഗാനങ്ങളുമായിട്ട് കർത്താവിന്റെ ദാസനുമായിട്ട് കണ്ടുമുട്ടും. ദൈവം ഏറ്റവും അനുഗ്രഹിക്കട്ടെ. കുടുംബത്തെയും ദൈവം ബലപ്പെടുത്തട്ടെ. വോട്ട് ഓഫ് താങ്ക്സിനും പ്രാർത്ഥനയ്ക്കുമായിട്ട് ഞാൻ കടന്നു വന്നിരിക്കുകയാണ്. ഷിബിച്ചാൻ കൊടുങ്ങല്ലൂർ നമ്മോട് കൂടെയുണ്ട്. അദ്ദേഹം ഒരു വാക്ക് പ്രാർത്ഥിച്ച് ആശീർവാദം പറയുമെന്ന് കരുതുന്നു. കർത്താവിന്റെ ദാസൻ മിനിസ്ട്രിയുടെ കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്ന കർത്താവിന്റെ ദാസൻ മാം ഗിരീശൻ തിരുവനന്തപുരം അവറുകളെ ബാക്കി കാര്യങ്ങൾക്കായിട്ട് വോട്ട് ഓഫ് താങ്ക്സിനും മറ്റുമായിട്ട് ക്ഷണിക്കും. ദൈവനാമത്തിന് വീണ്ടും നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. ഈ ഒരു ശനിയാഴ്ചയും നമുക്ക് ഏവർക്കും ഈ ഒരു സൂം മീറ്റിങ്ങിൽ കൂടി പ്രിയ കർത്തൃദാസൻ ജോർജ് പീറ്ററങ്കലിന്റെ അനുഭവ സാക്ഷ്യം കേൾപ്പാൻ തക്കവണ്ണം ദൈവം ഇടവരുത്തി. അതിനായിട്ട് ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. എത്രയോ പ്രതികൂല സാഹചര്യങ്ങളിൽ കൂടി പ്രിയ കർത്തൃദാസൻ കടന്നുപോയെങ്കിലും വിളിച്ച ദൈവം എത്ര വിശ്വസ്തനാണ്. ഈ സാക്ഷ്യം കേട്ട് നമുക്ക് എല്ലാവർക്കും തന്നെ നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മളോട് കാണിച്ച കരുണയും സ്നേഹവും നമ്മളും ഓർക്കുകയാണ്. നാം ആ സാക്ഷ്യം കേട്ടപ്പോൾ ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. ഇതിൽ കടന്നു വന്നിരിക്കുന്ന പലർക്കും ഇതേ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നതിൽ യാതൊരു സംശയവുമില്ല. പ്രിയ കർത്തൃദാസൻ ജോർജ് പീറ്ററങ്കലിന് ചില പ്രയാസങ്ങൾ പ്രായത്തിൻ്റെതായി ഉണ്ടെങ്കിലും വളരെ സന്തോഷത്തോടെ നമ്മുടെ കൂടെ ഒന്ന് സഹകരിപ്പാൻ തൊക്കണം ദൈവം ഇടവരുത്തി. അതിനുശേഷം വചനത്തിൽ നിന്നും അല്പം സംസാരിക്കുവാനുള്ള ആരോഗ്യം ബലം കർത്താവിന്റെ ദാസന് കൊടുത്തു. ഞാൻ ഇന്ന് ഓർക്കുകയായിരുന്നു, ചില കുറെ വർഷത്തിന് മുൻപ് കൊടൈക്കനാലിൽ പ്രത്യേകിച്ച് ജോർജ് പീറ്ററങ്കലുമായിട്ട് ചേർന്ന് ചില സുവിശേഷ പ്രവർത്തനങ്ങൾ ചെയ്ത കാര്യങ്ങൾ ഞാൻ ഓർക്കുകയാണ്. ഞങ്ങൾ ഓർക്കുന്നതിലെന്ന് അറിയത്തില്ല. ഇനി കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവനാമത്തിൽ ഒരു പ്രാവശ്യം കൂടി നന്ദി അറിയിക്കുന്നു. മാത്രമല്ല, മനോഹരമായിട്ട് പാടുവാൻ തക്കണം പ്രിയ മകൻ ജോൻ ജെയിംസിനെ ദൈവം എടുത്ത് ഉപയോഗിച്ചു. വളരെ സന്തോഷത്തോടെയാണ് പ്രിയ മകൻ ഇന്ന് നമ്മളുടെ ഗാനങ്ങൾ പാടുവാൻ ദൈവം സഹായിച്ചത്. വരും കാലങ്ങളിൽ ദൈവത്തിന് വേണ്ടി ധാരാളം ഗാനങ്ങൾ പാടുവാൻ തക്കണം പ്രിയ മകനെ ദൈവം ഇനി സഹായിക്കട്ടെ എന്നോർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ചയും ഇതുപോലെ ഒരു പ്രോഗ്രാം ഉണ്ടായിരിക്കുന്നതാണ്. ഇതിന്റെ എല്ലാ മനുഷ്യരുടെ എല്ലാ അനുഗ്രഹത്തിനു വേണ്ടിയും ദൈവമക്കളായി നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് അപേക്ഷിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിച്ച് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. അതിനായിട്ട് കൊടുങ്ങല്ലൂരിൽ കർത്താവിന്റെ വേല ചെയ്യുന്ന സഹോദരൻ ഷിബു അവരുടെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ഞങ്ങളുടെ ദൈവസ്വർഗീയ പിതാവേ, നന്ദിയോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നത് സ്തോത്രം ചെയ്യും. വീണ്ടും ഒരു രാത്രി കൂടെ ഞങ്ങളോട് കാണിച്ച കരുണയ്ക്കായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നത് സ്തോത്രം ചെയ്യുന്നു. ഈ ഞങ്ങളോട് സംസാരിപ്പാനായിട്ടും തന്റെ സാക്ഷ്യം പറയുവാനായിട്ടും നിന്റെ ദാസനെ കൂട്ടിക്കൊണ്ടുവന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. 86-ാമത്തെ വയസ്സിലും കർത്താവിന് വേണ്ടി ജ്വലിച്ച് ശോഭിക്കുവാനായിട്ട് നിന്റെ മകനെ സഹായിച്ചല്ലോ. ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു സ്തോത്രം. പാടുവാനായിട്ട് ജുവലിനെ സഹായിച്ചു. കർത്താവെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഈ കാൽവറിലാണ് മിനിസ്ട്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും നീ അനുഗ്രഹിക്കും സഹായിക്കും ചെയ്യുമാറാണ്. ആമുഖിച്ചാനും ചേർക്കണം.
നിന്റെ മക്കളെ ധാരാളമായിട്ട് അനുഗ്രഹിച്ച് സഹായിക്കുമാറാകണം എന്ന് പ്രാർത്ഥിക്കും. കർത്താവ്, ഞങ്ങളും ഈ കേട്ട വചനത്തിനനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തിലെ ക്രമീകരണങ്ങൾ വരുത്താൻ സഹായിക്കുമാറാകണം എന്ന് പ്രാർത്ഥിക്കും. എടുക്കുന്ന തീരുമാനം ദൈവത്തിൽ കർത്താവെ വിശ്വസ്തയോടെ ജീവിക്കാനായിട്ട്, മറ്റുള്ളവരുടെ മുഖത്ത് നോക്കാതെ, എതിരുകൾ, പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ കർത്താവെ നിന്നെ മാത്രം സ്നേഹിച്ചും മാനിച്ചും ജീവിക്കാനായിട്ട്, ശത്രുവിനെ സ്നേഹിച്ചുകൊണ്ട് കർത്താവെ ഞങ്ങളുടെ പാദങ്ങൾ മുന്നോട്ട് കൊണ്ടുവയ്ക്കാൻ നീ സഹായിക്കുമാറാകണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഏലിയാവിനെ പൊറ്റിയ ദൈവം, കർത്താവെ കലത്തിലെ മാവ് തീർന്നുമ്പോൾ കർത്താവെ ധാരാളമായിട്ട് കൊടുക്കുന്ന ദൈവം, അതുപോലെ കരിത്തോട്ടിലെ വെള്ളം പറ്റുമ്പോൾ കർത്താവെ കാക്കയെ കൊണ്ട് ഭക്ഷണം കൊടുക്കുന്ന, അതൊക്കെ ഞങ്ങൾ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവം സഹായിക്കുമാറാകണം എന്ന് പ്രാർത്ഥന കർത്താവ് കേട്ട ഉത്തരമാറാകണമേ. ആമേൻ.